ഹലോ ഹലോ ഹായ്. എന്നും ഞാൻ പറയാറുള്ള പോലെ ഒരു വള്ളിക്കെട്ട് പിടിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ എൻ്റെ വള്ളിക്കെട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം ഇപ്പൊ ഇന്നലെ രാത്രി മുതൽ 2 days ആയി തോന്നുന്നു, ഒരു ജ്യോതി മൽഹോത്ര ഒരു പെൺകുട്ടീനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അതിന്റെ ന്യൂസിന്റെ ബാക്കിലാണ് സകലമാന മാപ്രകളും സകലമാന ആൾക്കാരും അയാളുടെ പിന്നിലാണ്. ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗറാണ്. കാരണം അവൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വീഡിയോ എടുത്ത് അതിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുക. കാരണം ഒരുപാട് ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്, നമുക്കറിയാം ഒത്തിരി പേര്. അതിലൊരാളാണ് ഇപ്പം ഞാൻ പറഞ്ഞ ആള്. ഇവളുടെ കേസ് എന്താ വെച്ചാൽ, ഇവള് ഇതിൻ്റെ ഇടയിൽ കുറച്ച് യാത്ര ചെയ്തു. എവിടേക്കൊക്കെയെന്ന് നിങ്ങൾ അറിയണം. പാകിസ്ഥാനിലേക്ക്, ചൈനയിലേക്ക്, ഭൂട്ടാൻ തുടങ്ങി കുറച്ച് രാജ്യങ്ങളിലേക്ക് അവളൊരു യാത്ര ചെയ്തു. പാകിസ്ഥാനിലേക്കൊക്കെ പുട്ട് പോലെയാണ് നമ്മൾക്ക് വിസ കിട്ടിയത്. കാരണം അവളുടെ വേറൊരു കാര്യം കൂടിയിട്ടാ, ഈ ട്രാവൽ വ്ളോഗിൽ അവൾ പാകിസ്ഥാനിലേക്ക് ചെന്നത് നമ്മളെ രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങളും അല്ലെങ്കിൽ സ്പെഷ്യൽ ടൂറിസ്റ്റ് പ്ലേസുകളും സൈനിക കേന്ദ്രങ്ങൾ ഉള്ളിലേക്കല്ല, പുറമേയുള്ള അവർക്ക് ഒരു സ്കെച്ച് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇവൾക്ക് കിട്ടിയിട്ടുള്ളത്. അന്വേഷണ ഏജൻസി ഇവളെ മൊത്തത്തിൽ ലോക്ക് ചെയ്ത് പൂട്ടിയിട്ടുണ്ട്. കാരണം അതിനുള്ള ഞാൻ പലവട്ടായി ചിന്തിക്കണത്, ഒരു പ്രത്യേക ആൾക്കാർ മാത്രം എന്തുകൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും ചാരപ്രവർത്തനവും ചെയ്തിട്ട് നമ്മളെ പോലീസ് പിടിക്കണം എന്നുള്ളത് ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചതാണ്. പിന്നെ ഇവൾക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഇവൾക്ക് പാകിസ്ഥാനി വിസയൊക്കെ സിമ്പിളായിട്ട് പുട്ട് പോലെ കിട്ടാൻ കാരണം അവന്റെ പേര് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ഹോൾഡ് ചെയ്യേ. അവന്റെ പേര് ഡാനിഷ് എന്നാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡാനിഷ് അല്ലേ, കുഴപ്പമില്ല. ഡാനിഷ് എന്നത് ഇന്ത്യയിലെ പേരാണ്. ആക്ച്വൽ നെയിം എഹ്സാൻ ഉർ റഹീം. ഇവന് കൊല്ല വിമലിന്ന് കിട്ട പോലെ എഹ്സാൻ ഉർ റഹീം. അവന് ആള് ഒരു ചെറിയ പുള്ളിയല്ല, നമ്മുടെ എംബസിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്. പാകിസ്ഥാനി എംബസിയിലൊക്കെ ജോലി ചെയ്യുന്ന ആള്. ഇവന്റെ കെയർ ഓഫിൽ സിമ്പിളായിട്ട് വിസ കാര്യങ്ങളും എല്ലാം കിട്ടി അവിടേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് മൊത്തം പാകിസ്ഥാനെ പ്രകീർത്തിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അത്ര ഹൈപ്പിൽ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസാണ്. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും. അവളെ യൂട്യൂബിൽ 3 ലക്ഷത്തിന്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ 1 ലക്ഷത്തിന്റെ മേലൊക്കെ എന്നാണ് എൻ്റെ ഒരു കേട്ടറിവ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നല്ല പൈസ മറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഡാനിഷ് ഇന്ത്യയിലുള്ള പേരായ ഡാനിഷ് അവളെ വിലക്കെടുത്തിട്ട് തന്നെയാണ്. അല്ലാണ്ട് അവള് കാരണം നമ്മുടെ രാജ്യത്തെ അപ്പൊ ആര് സന്തോഷിക്കണ്ട കേട്ടോ, ഹരിയാനക്കാരിയാണ്. പക്ഷെ അവള് കേരളത്തിലും വന്നിട്ടുണ്ട്. കേരളത്തിൽ എറണാകുളം, ട്രിവാൻഡ്രം, മൂന്നാറ് അങ്ങനെ തുടങ്ങി അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ട്, കാരണം ഇവിടുന്നൊക്കെ ഇവള് വന്നിട്ട് ജസ്റ്റ് വിസിറ്റ് ആൻഡ് വീഡിയോ എൻജോയ്മെന്റ് അല്ല ചെയ്യുന്നത്. ഇവരുടെ സീക്രട്ട് പ്ലേസസ് ഏതൊക്കെ രീതിയിൽ പാകിസ്ഥാന് നുഴഞ്ഞു കയറാം. കാരണം ഈ എംബസി ഉദ്യോഗസ്ഥൻ ഡാനിഷ് എഹ്സാൻ ഉർ റഹീം ആ നാറിയാണ് ഇവൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത്. അവനായിട്ട് ഫ്രണ്ടായി അവര് മുട്ടി, ഇവള് വളഞ്ഞ് അതിനുശേഷം നേരെ പാകിസ്ഥാനി ഏജൻസി ഇല്ലേ, മറ്റേ നമ്മളെ റോ പോലെ അവിടെയും അവർക്കൊക്കെ മുട്ടിച്ചു കൊടുത്തു ഇവളെ. അപ്പോ എന്ത് ചെയ്യാ, ഇവിടുന്ന് വീഡിയോ കാര്യങ്ങൾ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സ്കെച്ച്, അതായത് ഒരു സ്ഥലം എങ്ങനെ ആക്രമിക്കാം എന്നുള്ളതിന്റെ ഫുൾ സ്കെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവളെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളും കോടികളും വന്നിട്ടുണ്ടാവാം. അതൊക്കെ നമ്മൾ അന്വേഷണ ഏജൻസികൾ സ്കെച്ച് ചെയ്തിട്ട് വലിച്ച് കീറുന്നുണ്ട് അവളെ. ഇപ്പൊ അവളുടെ കൂടെ ഒരു 4-5 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. ഇനി ഇത് കഴിഞ്ഞാൽ വേറെ എത്ര പേര് അറസ്റ്റ് ആവുമെന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ കാണിക്കാം നിങ്ങളെ. കാരണം ഒരാള് ഇവളുടെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ട്രാവൽ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ നോക്കട്ടെ. ഇവര് 2022 ശേഷം പാകിസ്ഥാൻ എംബസിയിലെ ഡാനിഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുന്നു. അവന്റെ പേരും ഡാനിഷ് എന്നല്ല. അത് അവൻ അവിടെ ഇവിടെ ഇട്ടിരിക്കുന്ന പേരാണ് ഡാനിഷ്. അവൻ്റെ
പേര് മറ്റൊന്നാണ്. യഹ്സാൻ ഉർ റഹീം, അങ്ങനെയാണ് അവൻ്റെ പേര്. അവനാണ് ഡാനിഷ്. നമ്മുടെ മറ്റേ കക്ഷി രാഘവനായിട്ട് ജീവിച്ചു, അങ്ങനെ വിക്രാന്തിനെ ചോദിച്ചാള് രാഘവനായിട്ട് നടന്നത്. അതുപോലെ ഡാനിഷ് എന്ന് പറയുന്ന അയാളുടെ പേര് യഹ്സാൻ ഉർ റഹീം എന്നാണ്. അവനോട് കഴിഞ്ഞ 13-ാം തീയതി തന്നെ രാജ്യം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, നീ ഇന്ത്യ വിട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്താ ഇടയിൽ കട്ടായി പോയതാണ്. ഇവൻ നമ്മുടെ അന്വേഷണ ഏജൻസിയിൽ ചെറിയ പുള്ളികളല്ല. നമ്മുടെ മൊബൈലിൽ ഒരു ഹലോ എന്ന് അയക്കുന്നത് വരെ അവർക്ക് അവിടെ കാണാം നമുക്ക്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വരെ അവർക്ക് കാണുന്നുണ്ടായിരിക്കാം. കാരണം അതിനുള്ള അന്വേഷണ ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്, പുലികൾ തന്നെയുള്ളത്. അല്ലാണ്ട് ഒരു ഹരിയാനക്കാരി പെൺകുട്ടീനെ അവിടുത്തെ ATS പൊക്കില്ലല്ലോ. അതും പൊക്കിയിട്ടുള്ള നോർമൽ കേസിനല്ല, ചെറിയ കള്ളക്കടത്തോ കാര്യങ്ങളോ അല്ല, നമ്മുടെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഒരു എതിർ രാജ്യത്തേക്ക്, നമ്മളെ ശത്രുക്കളായ ഒരു രാജ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് അവർക്ക് ഈസിയാക്കി. ചിലപ്പോൾ ഇവള് മുന്നേ വിസിറ്റ് ചെയ്ത ഒരു പഹൽഗാം അറ്റാക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് പാകിസ്ഥാന് കിട്ടിയ ചെറിയ മാർഗരേഖ വെച്ചിട്ടാണ് അവര് നമ്മളെ നാട്ടിൽ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് കുറെ എണ്ണത്തിന് കൊന്നത് എന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് എതിർക്കാൻ പറ്റൂല. പിന്നെ ഒരു വീഡിയോ ഇപ്പൊ കണ്ടല്ലോ, കാരണം ഒരാൾ പറയുന്നത് ഇനി ഇവളുടെ പാർട്ട്ണർ ഉണ്ടല്ലോ, ഒരു ക്രൈം പാർട്ട്ണർ ഡാനിഷ്, അപ്പൊ അവനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, ഇപ്പൊ കേൾപ്പിച്ചരാട്ടോ. ആ തൊട്ടടുത്തിരിക്കുന്നുണ്ടില്ലേ, അവനാണ് ഈ ജന്മം. കാരണം പാകിസ്ഥാൻ എംബസി എന്തായാലും പൈസ ഓഫർ ചെയ്ത് കൊടുക്കില്ല. ഓക്കെ, ഞാൻ മിണ്ടത്തില്ല. ഡാനിഷ് എന്നല്ല, അല്ല, അവൻ അവിടെ ഇവിടെ ഇട്ടിരിക്കുന്ന പേരാണ് ഡാനിഷ്. അവന്റെ പേര് മറ്റൊന്നാണ്, യഹ്സാൻ ഉർ റഹീം, അങ്ങനെയാണ് അവൻ്റെ പേര്. അവനാണ് ഡാനിഷ്. നമ്മുടെ മറ്റേ കക്ഷി രാഘവനായിട്ട് ജീവിച്ചു, വിക്രാന്തിനെ ചോദിച്ചാള് രാഘവനായിട്ട് നടന്നത്. അതുപോലെ ഡാനിഷ് എന്ന് പറയുന്ന അയാളുടെ പേര് യഹ്സാൻ ഉർ റഹീം എന്നാണ്. അവനോട് കഴിഞ്ഞ 13-ാം തീയതി തന്നെ രാജ്യം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, നീ ഇന്ത്യ വിട്ട് പൊക്കോളാം. ഇവിടെ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ കുറച്ചുണ്ട് നീക്കി വെക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത. ഇപ്പൊ വീഡിയോ കണ്ടല്ലോ, അവള് ഒരുത്തന്റെ അടുത്തിരിക്കുന്ന അവനാണ് ഈ ഡാനിഷ് എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന എംബസി ഉദ്യോഗസ്ഥൻ. അതായത് ഇവളെ റൂട്ടാക്കി ഇവൾക്ക് കോടികളോ ലക്ഷങ്ങളോ കൊടുത്തിട്ട് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ഏജൻസികളായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മളെ രാജ്യത്ത് എങ്ങനെ മുടിപ്പിക്കാം എന്നതിന്റെ ഒരു ട്രെയിനിങ് എടുത്ത ആള്. ഇവളുടെ ഒരു വീഡിയോ ഞാൻ കാണിക്കാട്ടോ. കാരണം അവളിട്ടിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളും ആ പാട്ടിൽ എൻജോയ് ചെയ്യുമ്പോൾ പാടുന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. ജസ്റ്റ് ഹോൾഡ് ചെയ്യും. ഇത് അല്ല, ഞാൻ ചിന്തിക്കുകയാണ് ഇപ്പോ ഒരുപാട് പേര് പറഞ്ഞു, അതിലൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, ഇവള് രാജ്യത്ത് ഒറ്റിക്കൊടുത്ത് പൈസ മേടിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. കാണാൻ കൊള്ളാം, കുഴപ്പമില്ല, പൊളി സാധനമാണ്. പക്ഷേ കയ്യിലെങ്ങാനും കിട്ടിയില്ലാറത്ത് മുറിച്ച് ഇവളുടെ പേരിൽ ഒരു ബാർബിക്ക് ഉണ്ടാക്കി വെക്കും എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അത് അവൻ മാത്രല്ല, ഒരു പൊതുവെയുള്ള സകലമാന ഇന്ത്യക്കാരുടെ മനസ്സിലും ആ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. കാരണം ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം രാജ്യത്ത് ഒറ്റക്കാരായി പിടിക്കപ്പെടുന്നു. ഇപ്പൊ 1, 2 അല്ല, 3, 4 അല്ല, 5, 6. ഇപ്പൊ ഇവളുടെ കൂടെ ഒരു 4-5 വേറെ പൊക്കിയിട്ടുണ്ട്. ഇതിന് കുറച്ച് മുന്നേ ഒരു പ്രത്യേക പേരുള്ള ആൾക്കാരൊക്കെ പൊക്കിക്കണ്. ഇവർക്കൊക്കെ എന്താ കിട്ടുന്നത്? നമ്മളെ പിറന്ന നാടിൽ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റിക്കൊടുത്ത് അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്ത് സിമ്പിളായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താണ് കിട്ടുന്നത്? പൈസയാണോ? ആ പൈസക്ക് സുഖമായിട്ട് അവന്റെ ഭാര്യക്കും അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും ഭക്ഷണം കൊടുത്തിട്ട് അവനക്ക് ജീവിക്കാൻ പറ്റുമോ? ഇപ്പോ കാരണം ഇപ്പൊ ഇതില് ഈ പേരിന് പകരം വേറെ വല്ല പേരായിരുന്നെങ്കിൽ, ഈ ലേഡിയുടെ കേട്ടോ, വേറെ വല്ല പേരായിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ നാട്ടിൽ നടക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ഞാൻ വന്നത് കാര്യം വേറൊന്നുമല്ല, ഒറ്റക്കാരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ നമ്മളെ നോക്കി ഒരാൾ ചിരിക്കണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ആൾക്കാർ നോക്കി ചിരിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഇവരിൽ ആരെങ്കിലും ഒറ്റുകാര് പറയാൻ പറ്റില്ല. കാരണം ഈ പാകിസ്ഥാനി എംബസി ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, ഡാനിഷ്, യഹ്സാൻ ഉർ അമ്മയുടെ
അവനോട് 13-ാം തീയതിക്ക് മുന്നേ രാജ്യം വിടാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്തവരാണ് നമ്മള്. പക്ഷെ ഇമാതിരി ആൾക്കാര് ഇപ്പോ ഒറ്റുകാരെന്ന് ഞാൻ പറയണില്ല, ഈ ക്ലോസറ്റിൽ പോയി ചന്തി കഴുകി കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരെന്ന് ഞാൻ പറയുന്നുള്ളൂ. ആ കൂട്ടത്തിൽപ്പെട്ട ഇവളെ മരുത്ത് എത്ര എണ്ണം ഉണ്ടാവും? ഇവൾക്ക് ഒരു പ്ലസ് ഉണ്ട്, യൂട്യൂബിൽ ഇവളുടെ വീഡിയോസിന് മില്യൺസ് ആൾക്കാർ കയറും. കാരണം യൂട്യൂബിൽ അവൾക്ക് പൈസ അയച്ചു കൊടുക്കും. ഓൾറെഡി പാകിസ്ഥാനിൽ മാത്രമല്ല ഇവള് അതേപോലെ ചൈനയ്ക്കും പോയിരിക്കുന്നത്. കാരണം ചൈന നമ്മുടെ ഇന്ത്യനായിട്ട് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിർത്തിയിൽ അരുണാചൽ പ്രദേശിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ ഇവള് ചൈനയിലേക്കും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് എത്ര കോടി നമ്മളുടെ എനിക്ക് തോന്നുന്നു ഇവള് ട്രാവൽ ബ്ലോഗ് എന്ന രീതിയിൽ ഇവള് അരുണാചലിലൊക്കെ പോയിക്കണ്. എന്നിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് ചൈന ഗവൺമെന്റിന് കൊടുത്തിക്കണത് നിങ്ങൾ ഈ സൈഡിൽ കൂടെ കയറിയാൽ മതി, ഇവിടെ ആരും ഇല്ലാന്ന്. അങ്ങനത്തെ അറ്റാക്ക് തന്നെയല്ലേ ഇപ്പൊ പഹൽഗാമിലും കാര്യങ്ങളിലൊക്കെ നടന്നു. ഇന്ന സമയത്ത് മിലിറ്ററി ഇല്ലാന്ന് കൂടെ അറിയിച്ചു കൊടുത്ത് അവര് വന്ന് കാച്ചി കുറെ പേര് അനാഥരാക്കിയിട്ട് അവർ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത് കാരണം പിന്നെ എന്താണ്, പഹൽഗാമിന് മുമ്പ് ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ച് ചൈനയിലേക്കും പോയി. എടി വഡോദര പുന്നാര മോളെ, നിനക്ക് ഇന്ത്യനെ ഒറ്റ കൊടുത്തിട്ട് നിനക്കൊക്കെ എന്താ കിട്ടുന്നത്? എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ നല്ല പുള്ളി ചമല്. ഇപ്പൊ കുറച്ച് മുന്നേ കാണിച്ചൊരു വീഡിയോയിൽ അവളിട്ടിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിച്ചിട്ട് ഇന്ത്യനെ ഒറ്റ കൊടുക്കുമ്പോ അപ്പൊ ആൾക്കാർ വിചാരിക്കുമ്പോൾ വേറൊരു വകുപ്പാന്ന്. പക്ഷെ ഒറ്റിക്കൊടുത്ത് ഇന്ത്യനോട് അതും പൈസക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിനിടയിൽ ഞാൻ ന്യൂസ് കേൾക്കുമ്പോൾ ഇവളുടെ വീട്ടിലെ ഓൾറെഡി പോലീസ് എത്തിയിട്ടുണ്ടാവും, ATS എത്തിയിട്ടുണ്ടാവും. ആ ATSനോട് ഇവളുടെ സ്വന്തം പിതാശ്രീ, അതായത് മോളെ വളർത്തി ഇന്ത്യനെ ഒറ്റാൻ വേണ്ടി ആക്കി കൊടുത്ത ആള് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അവള് വലിയ കുട്ടിയല്ലേ, അവൾക്ക് അവളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കണ്ട, അവളുടെ ഫ്രണ്ട്സ് എന്താ പാകിസ്ഥാനികളാണെങ്കിൽ സംസാരിക്കണ്ടേന്ന്. പാകിസ്ഥാനികളോട് സംസാരിക്കണ്ടെന്ന് ഒരാളും പറയണില്ല. ഇതന്നെ എനിക്കും പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ തന്ത്രപ്രധാനമായ ഡീറ്റെയിൽസ് ആർക്കും നമ്മൾ ഒറ്റിക്കൊടുക്കണം. ഇപ്പൊ ഡാനിഷ്, അതായത് എംബസി ഉദ്യോഗസ്ഥൻ, അവനൊരു കമ്പനി ഇവളെ കൊണ്ടെത്തിച്ചത് അവരുടെ ഏജൻസിയിലേക്കാണ്. അതിൽ നിന്ന് ഇവളേന്ന് ഫുള്ള് ഒരു ആർമിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ പുറത്തേക്ക് അവർക്ക് സ്കെച്ച് ഇട്ട് വെട്ടാനുള്ള എല്ലാ രീതിയിലും മാർഗങ്ങൾ ഒറ്റി കൊടുത്തേക്കണ്. എന്താണേലും എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, ഇപ്പൊ ATS അവളെ പൊക്കി ഉള്ളിയിട്ടുണ്ട്. സകലമാനം അവളെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് കഴിയുമ്പോൾ അവളെ ലൈഫ് ലോങ് പ്രിസണിൽ ഇടാനുള്ള എന്തെങ്കിലും ഒരു വഴി നമ്മളെ ഗവൺമെന്റ്, കാരണം നമ്മളെ മിലിറ്ററി കോടതിയാണല്ലോ ഇതിലൊക്കെ തീരുമാനം എടുക്കുക, എത്തിക്കണം. അല്ലാണ്ട് ഇങ്ങനെ പൈസ കൊടുത്തിട്ട്, കാരണം നമ്മൾ ഇന്ത്യൻസിന് പേര് ദോഷമാണിത്. ഇപ്പൊ ഒരു പെണ്ണ് ഇങ്ങനൊക്കെ ഉണ്ടാക്കുമ്പോ പുറമെയുള്ള ആൾക്കാരെന്താ വിചാരിക്കുക, കുറച്ച് പൈസ കൊടുത്തല്ലേ ഏത് ഇന്ത്യക്കാരനും വളയ്ക്കാം എന്ന് വിചാരിച്ചപ്പോ മക്കളെ ഇങ്ങോട്ട് വാ, റെഡിയാക്കി തരാം എന്ന് നമ്മള് ചോറ് തിന്നുന്ന നല്ല ബുദ്ധിയുള്ള ഇന്ത്യക്കാര് പറയുള്ളൂ. പക്ഷെ പൈസക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന രീതിയിൽ ഇവളുടെ മൈ പോകുന്നവരാണെങ്കിൽ ഇനി എത്ര എണ്ണത്തിന് പൊക്കും, എത്ര ആൾക്കാർ ഇനി വീണ്ടും ജയിലിലാവും എന്നത് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണുള്ളൂ. എന്തായാലും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ആർക്കും ഇങ്ങനത്തെ ചിന്തകളൊന്നും കൊടുക്കാതിരിക്കട്ടെ. ആരെയും ഒറ്റാതിരിക്കട്ടെ. ഒറ്റൊന്നല്ല, നമ്മൾ ഇന്ത്യനെ ഒറ്റി കൊടുക്കാതിരിക്കട്ടെ. നമ്മളൊക്കെ ഇന്ത്യക്കാരല്ലേ, നമുക്ക് ഇനി ഇവിടെ ജീവിക്കണ്ടേ. എല്ലാവർക്കും ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്തിനാണ് രാവിലെ തന്നെ വന്നതെന്ന് അറിയാലോ. അപ്പോൾ ബൈ.